എക്കണോമി കിട്ടാം. പക്ഷെ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞ് പോകുമ്പോൾ എക്കണോമിയുടെ ആവശ്യമുള്ളൂ. ആക്സിഡന്റും കുറയും. കാരണം വെച്ചാൽ വണ്ടി വലിയ ചാടുകയല്ലോ. പവർ കൂടുതലാണെങ്കിലും ഈ നമ്മൾ കാല് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചാടരുത്. അത് അപകടമാണ്. ഭയങ്കര തോന്നിയിട്ടുണ്ട്. ഭയങ്കര അപകടം. കാരണം വെച്ചാൽ നമ്മൾ മറ്റേ വണ്ടി പോലെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയല്ല, അതിനപ്പുറം ഈ സാധനം ചാടും. ആ ചാട്ടം ഇല്ല ഇതിന്. ചാവോനിൽ ഇടാൻ പറ്റില്ല, അതും ചാടും. ആദ്യം എൻ്റെ വണ്ടിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, അമ്മ എന്തോ സോഫ്റ്റ്വെയറിൽ അവർ മാറ്റം വരുത്തി തരാമെന്ന് പറഞ്ഞു. ഭയങ്കര അത് നമ്മൾ ചിലപ്പോഴേ ഈ നമ്മളൊന്ന് പെട്ടെന്ന് അങ്ങ് എടുക്കുമ്പോഴത്തേക്കും ഓവർടേക്ക് ചെയ്യുമ്പോൾ അത് തന്നെയാണ്. കാല് കൊടുത്തു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് ഏതൊരു EV ഓവർടേക്ക് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. നിമിഷം നേരം കൊണ്ട് കയറിപ്പോകും. അതിനിപ്പം വേറൊരു പെട്രോൾ വണ്ടി നമുക്ക് ഓടിക്കാനേ പറ്റിയില്ല. ഞാൻ ആ വണ്ടി വെച്ചിട്ട് എൻ്റെ 1 വർഷം കൂടെ ഞാൻ വെച്ചായിരുന്നു, ചുമ്മാ അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ. ഇതൊന്ന് എങ്ങനെ ആവും അറിയത്തില്ല, ടാറ്റയുടെ സാധനമല്ലേ. അതുകൊണ്ട് അങ്ങനെ വെച്ചു. പക്ഷെ വിട്ടുപോയി. എറണാകുളത്ത് വന്ന ബ്ലോക്കിലൊക്കെ വന്ന് ഗിയർ മാറി ആ തുഴഞ്ഞന്നേരെ കൊണ്ടു നടന്നുകൊണ്ടിരുന്ന ആ ബുദ്ധിമുട്ട് അന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, ഞാൻ OLX ഇട്ടു. പിറ്റേ ദിവസം വിറ്റു. കുറെ പേര് വിളിച്ചു. ഞാൻ അവിടെ കച്ചവടക്കാരോട് ചോദിച്ചേ. അപ്പൊ അവന്മാര് ചെറിയ വില 2.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ തരാണ്. ഞാൻ OLX ഇട്ടിട്ട്